ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യണേ. അപ്പം ചന്ദ്ര തീർത്ത് പറയാണ്, എനിക്ക് ഉറപ്പുണ്ട് അവൻ തന്നെയാണ് എൻ്റെ കാശ് മോഷ്ടിച്ചത്. ആ സമയത്ത് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം രവി പറയുന്നുണ്ട്, ഉറപ്പില്ലാതെ ഒരാളെ അങ്ങനെ കുറ്റക്കാരനായി പറയരുത്. അപ്പോൾ സച്ചിയും പറയാണ്, ഒരു തവണ മോഷ്ടിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാ കുറ്റവും അയാളുടെ തലയിൽ തന്നെ വെച്ച് കെട്ടരുത്. എന്നോ ചെയ്തൊരു തെറ്റിന് ക്ഷമ ചോദിക്കാനാ അവൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ മോഷ്ടിക്കാനല്ല. നിങ്ങളുടെ കാശ് എടുത്തത് അവനല്ല. എനിക്ക് ഇവനെയാ സംശയം. വേണ്ട രീതിയിൽ ശ്രുതിയെ ചോദ്യം ചെയ്താ സത്യം മനസ്സിലാവും. ശ്രുതിക്ക് നേരെ സച്ചി നീങ്ങിയതും ശ്രുതി തടയാണ്. സച്ചി വേണ്ട, കുറ്റം ശ്രുതിയുടെ തലയിൽ ഇടണ്ട. സ്വന്തം വീട്ടിലിരിക്കുന്ന കാശ് ശ്രുതി മോഷ്ടിക്കുവോ? സച്ചി പുച്ഛിക്കാണ്. വെറുതെ ശ്രുതിയെ സംശയിക്കരുത്. ശ്രുതി തീർത്തു പറയാണ്, വീട്ടിലിരിക്കുന്ന കാശല്ലാതെ അയൽവക്കത്തു നിന്നാണോ ഇവൻ 50 ലക്ഷം മോഷ്ടിച്ചത്? ഈ വീട്ടിൽ നിന്ന് തന്നെയല്ലേ? സച്ചി തിരിച്ചു ചോദിക്കുകയാണ്. അതിന് ശ്രുതിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഇവൻ ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് നിനക്കറിയില്ല. അച്ഛാ, ഈ കാശും എടുത്തത് ഇവൻ തന്നെയാ. അച്ഛൻ്റെ കണക്കിലെ 1 ലക്ഷവും കൂടെ ചേർത്ത് 51 ലക്ഷം എന്ന് എഴുതി വെച്ചോ. സച്ചി അവിടുന്ന് പോവാൻ നോക്കിയതും ശ്രുതി പറയുന്നുണ്ട്, ഹലോ അവിടെ നിൽക്ക്. ഞാൻ വന്ന അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ ഈ 50 ലക്ഷത്തിൻ്റെ കണക്ക്. ശ്രുതി ജോലിക്ക് പോകുന്നുണ്ടെങ്കിലേ ഈ കാശ് ശ്രുതി തന്നോളും. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി ഇവനോടൊക്കെ എന്തിനാ സംസാരിക്കാൻ നിൽക്കുന്നത്? ഇവൻ്റെ ഭാര്യയുടെ അനിയൻ തന്നെയാ കാശ് മോഷ്ടിച്ചത്. എന്നിട്ട് രേവതിയോട് പറയാണ്, നീ അവരെ വിളിച്ച് എടുത്ത കാശ് ഉടനെ ഇവിടെ എത്തിക്കാൻ പറയണം. അപ്പോൾ കരഞ്ഞുകൊണ്ട് രേവതി പറയാണ്, അമ്മ അവനൊരു പാവാ, അവൻ ഇവിടുന്ന് കാശൊന്നും എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? അത് കണ്ടിട്ട് സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, രേവതി നീ എന്തിനാ കരഞ്ഞുകൊണ്ട് ഇവരോട് കെഞ്ചുന്നേ? ഇവർ പറയുന്നതൊന്നും നീ കാര്യാക്കണ്ട, പോവാൻ പറ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി നീ പോലീസിനെ വിളിക്ക്. അല്ലാതെ ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അവർ വന്ന് ചോദിച്ചാലേ കാശും ഇവിടെ എത്തും, സത്യവും പറയും. ആ സമയത്ത് എല്ലാവരുടെ മുഖത്ത് ഒരു ടെൻഷൻ കയറുകയാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, അമ്മേ പോലീസിനെ ഒന്നും വിളിക്കല്ലേ, അവൻ കാശ് എടുത്തിട്ടില്ല. അവൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ. അപ്പം ചന്ദ്ര പറയാണ്, മിണ്ടാതിരിക്കടി അവിടെ, നീ വിളിക്കടാ പോലീസിനെ. ശ്രുതിയോട് വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ രേവതി വീണ്ടും കെഞ്ചിയാണ്, അമ്മ വേണ്ട അമ്മേ പ്ലീസ്. അപ്പം സച്ചി കയറുന്നുണ്ട്. സച്ചി പറയാണ്, പോലീസിനെ വിളിക്ക്, പോലീസ് വരട്ടെ. അത് കേട്ടത് രേവതി ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ അനിയൻ കാശ് എടുത്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തിടത്തോളം ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പോലീസ് വരട്ടെ, അവർ കാശെടുത്തവരെ കണ്ടുപിടിക്കട്ടെ. സച്ചി നല്ല കോൺഫിഡൻസോട് കൂടി തന്നെയാണ് പറയുന്നത്. ആ സമയത്തൊക്കെ ശ്രുതിക്ക് ഇങ്ങനെ പരിഭ്രമം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ രവി പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട സച്ചി, പോലീസിനെ ഒന്നും വിളിക്കണ്ട. വേണം, എടാ ശ്രീകാന്തേ വിളിക്കടാ പോലീസിനെ, പെട്ടെന്ന് വരാൻ പറ. അത് കഴിഞ്ഞിട്ട് ചന്ദ്രയോട് സച്ചി പറയുന്നുണ്ട്, ഇനി അതെല്ലാം മഷിയിട്ട് നോക്കണോ അതോ വെറ്റിലായിട്ട് നോക്കണോ അതോ ജോത്സ്യനെ കാണണോ? എന്ത് വേണേലും ചെയ്തോ. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താടാ കളിയാക്കുവാണോ? അയ്യോ അല്ല, കാശെടുത്തവനെ കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ ആരെ വേണേലും വിളിച്ചോ, എന്ത് വേണേലും ചെയ്തോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് അവിടുത്തെ ആ ഒരു സംഭവം അവോയ്ഡ് ചെയ്തുകൊണ്ട് സച്ചി രേവതിയോട് പറയാണ്, രേവതി ഭക്ഷണം എടുത്തു വെക്ക്, എനിക്ക് വിശക്കുന്നു. രേവതി സങ്കടത്തോടെ സച്ചിയെ നോക്കുകയാണ്. അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നതോടൊപ്പം സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത്? ഹാപ്പി ആയിട്ടിരിക്കേ. ഇവിടെ കരയേണ്ടവർ വേറെ ഉണ്ട്. ശ്രുതിയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. സത്യം അറിയുമ്പോൾ നിനക്ക് നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാം. അവൻ അവളെ ചേർത്ത് പിടിച്ച് അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ആ സമയം കൊണ്ട് വേഗം ശ്രുതി അവിടുന്ന് മുങ്ങുന്നുണ്ട്. പിന്നാലെ തന്നെ ശ്രുതിയും പോവാണ്. സച്ചിയും രവിയും ഒക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര വിചാരിക്കുന്നുണ്ട്, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല. അങ്ങനെ ചന്ദ്ര നേരെ കോള് ചെയ്യുന്നത് രേവതിയുടെ അമ്മക്കാണ്. രേവതിയുടെ അമ്മ സച്ചിയുടെ അമ്മയുടെ കോള് കണ്ടപ്പോൾ തന്നെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പം അരികിൽ വന്ന ദേവ് പറയുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യാം. അതൊന്നും വേണ്ട, ഞാൻ എടുത്തോളാം. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ചന്ദ്ര കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നീ ഇപ്പം എവിടെയാ? വീട്ടിലുണ്ടോ അതോ ടൂറിലാണോ? എനിക്ക് ഒന്നും മനസ്സിലായില്ല. രേവതിയുടെ അമ്മ പറയാണ്, അല്ല കണ്ടമാനം കാശുണ്ടല്ലോ, ടിപ്പൊക്കെ 500 വെച്ചിട്ടായിരിക്കും അല്ലേ കൊടുക്കുന്നത്, വെറുതെ കിട്ടിയ കാശാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതിയുടെ അമ്മക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ അഭിനയം, ഒന്നും മനസ്സിലാവുന്നില്ല അത്രേ. മോളെ പോലെ തന്നെ അമ്മയ്ക്കും അഭിനയിക്കാൻ അറിയാം, കൊള്ളത്തരം കാണിക്കാനും അറിയാം. അപ്പം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നേ? നിന്റെ അറിവോടെയല്ലേ നിന്റെ മകൻ എൻ്റെ വീട്ടിൽ വന്ന് കാശ് മോഷ്ടിച്ചത്? അത് കേട്ടത് ലക്ഷ്മി പരിഭ്രമിക്കുകയാണ്. കാശ് മോഷ്ടിക്കാനോ? എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ ഷെൽഫിൽ വെച്ച 1 ലക്ഷം രൂപ കാണാനില്ല. നിന്റെ മോൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുന്നു. ഇവിടുന്ന് 1 ലക്ഷം രൂപ എടുത്തിട്ട് അവൻ നൈസായിട്ട് കടന്നു കളഞ്ഞു. എനിക്കെൻ്റെ കാശ് തിരികെ വേണം. 1/2 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ അവൻ കാശുമായിട്ട് എൻ്റെ വീട്ടിലെത്തണം, ഇല്ലെങ്കിൽ പോലീസ് നിന്റെ വീട്ടിലെത്തും. ചന്ദ്ര ലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പം കരഞ്ഞോണ്ട് ലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല അവൻ മോഷ്ടിക്കില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം ചന്ദ്ര പറയാണ്, നീ കൂടുതലൊന്നും പറയണ്ട, കാശുമായിട്ട് അവൻ 1/2 മണിക്കൂറിനകം ഇവിടെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ജയിലിൽ അയച്ചിരിക്കും.
ചന്ദ്ര കോള് കട്ട് ചെയ്തതും കരഞ്ഞുകൊണ്ട് ലക്ഷ്മി മക്കളോട് കാര്യം പറയാണ്. അങ്ങോട്ടേക്ക് ശരത്തും വരുന്നുണ്ട്. ശരത്തിനോടും ദേവുവിനോടായിട്ട് പറയുന്നുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് 1,00,000 രൂപ കാണാതായത്രേ, അത് ശരത്ത് എടുത്തു എന്നാണ് അവർ പറയുന്നത്. അത് കേട്ടതും ദേവും ശരത്തും ഒരുപോലെ ഞെട്ടുകയാണ്. ഞാൻ എടുത്തെന്നോ? അതെ, നീ എടുത്തു എന്ന് അവർ പറയുന്നത്. അരമണിക്കൂറിനകം കാശ് തിരിച്ചെത്തിച്ചിട്ടില്ലെങ്കിൽ അവർ പോലീസിനെ അയക്കൂത്രേ. അമ്മേ, ഞാൻ കാശ് എടുത്തിട്ടില്ല. അപ്പം ദേവ് പറയുന്നുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അത് എന്തിനാ ഇവന്റെ തലയിലിടുന്നേ? അപ്പം ശരത്തും പറയുന്നുണ്ട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനല്ലേ ഞാൻ അവിടെ പോയത്. അമ്മയല്ലേ എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ അവരുടെ കാശൊന്നും എടുത്തിട്ടില്ല. അവർ വേണേ പോലീസിനെ വിളിക്കട്ടെ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെന്തിനാ പേടിക്കുന്നേ? പോലീസ് വരട്ടെ. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് നീ മോഷ്ടിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ മറ്റുള്ളവർ അത് വിശ്വസിക്കില്ല. ഇതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നത് നിന്റെ ചേച്ചിയായിരിക്കും. അവൾക്ക് അവരവിടെ സ്വൈര്യം കൊടുക്കില്ല. അപ്പൊ ശരത്ത് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്തൊരു കഷ്ടം ഇത്. നമ്മൾ പാവങ്ങളായതുകൊണ്ട് എന്തും വിളിച്ചു പറയാനാണോ അവർ കരുതിയിരിക്കുന്നേ? ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ശരത്ത് ദേഷ്യത്തോടെ ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി വീണ്ടും തടയുന്നുണ്ട്. നീ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയ നിന്റെ ചേച്ചിക്ക് അത് മോശം. അവളല്ലേ അവിടെ ജീവിക്കേണ്ടേ? ആ സമയത്ത് ദേവ് പറയുന്നുണ്ട് അമ്മേ, നമുക്ക് എല്ലാവർക്കും പോയി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ് ചന്ദ്ര അതൊന്നും ചെവിക്കൊള്ളില്ല. അവർ പോലീസിനെ വിളിക്കും, ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പം ദേവ് പറയുന്നുണ്ട് അമ്മ, ഒരു തെളിവുമില്ലാതെ എങ്ങനെയാ അറസ്റ്റ് ചെയ്യുന്നേ? ഇവൻ തെറ്റ് ചെയ്യാത്തിടത്തോളം പേടിക്കേണ്ടതില്ല. നമ്മൾ ചെന്നില്ലെങ്കിൽ ഇവൻ തന്നെയാ കാശെടുത്തതെന്ന് എല്ലാവരും ഉറപ്പിക്കും. പോലീസ് ഇവിടെ വരും. സത്യം എന്താണെന്ന് നാട്ടുകാർക്കറിയില്ലല്ലോ, അവർക്ക് പാടി നടക്കാൻ അത് മതി. പോലീസ് വരുന്നതിന് മുമ്പേ നമ്മൾ അവിടെ ചെന്ന് അവരോട് സംസാരിക്കണം. ഇവൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് അവരെ മനസ്സിലാക്കണം. സമയം കളയണ്ട, നമുക്ക് പോവാം. അങ്ങനെ അവർ 3 പേരും കൂടെ നേരെ ചന്ദ്രാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയതും ശരത്ത് ദേഷ്യത്തോടെയാണ് അകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ ലക്ഷ്മി തടയുന്നുണ്ടായിരുന്നു, പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അപ്പോൾ ദേവു പറയാണ് അല്ലെങ്കിൽ തന്നെ അവൻ നമുക്കൊരു വിലയും തരാറില്ല. ഇപ്പം അവൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അതും കൂടെ നമ്മുടെ തലയിൽ തന്നെ ചാരുവാണ്. അപ്പോൾ ശരത്തും പറയുന്നുണ്ട് ഞാൻ കാശ് എടുത്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ അവർ അങ്ങനെ പറഞ്ഞത്? അത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അപ്പം ലക്ഷ്മി പറയാണ് എടാ, അവരോട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, സമാധാനത്തിൽ വേണം ചോദിക്കാൻ. അപ്പോൾ ദേവ് പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കുന്നേ? ചെറിയ കാര്യമൊന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത്, ചെയ്യാത്ത കുറ്റ ഇവന്റെ തലയിൽ അവർ കെട്ടിവെച്ചിരിക്കുന്നേ. അമ്മ എന്തിനാ അവരിങ്ങനെ പേടിക്കുന്നേ? ദേവ് ചോദിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് അവരെ പേടിയായിട്ടല്ല മോളെ, നിന്റെ ചേച്ചി ഇവിടെ ജീവിക്കുന്നുണ്ട്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവളുടെ ജീവിതത്തെ അത് ബാധിച്ചാൽ പിന്നെ അവൾക്ക് മനസ്സമാധാനത്തോടെ ഇവിടെ കഴിയാൻ പറ്റില്ല. പറയേണ്ടതൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം, നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരുന്നാൽ മതി. അവരെയും കൂട്ടി അകത്തേക്ക് പോവാണ്. ആ സമയത്ത് ഹാളിൽ തന്നെ ചന്ദ്ര നിൽപ്പുണ്ടായിരുന്നു. അവരകത്തേക്ക് പോകാൻ നോക്കിയതും ചന്ദ്ര പറയുന്നുണ്ട് അവിടെ നിൽക്ക്, നിന്റെ മകൻ വലിയ സൽക്കർമ്മം ചെയ്ത് വന്നതല്ലേ, ആരതിയിട്ട് സ്വീകരിക്കാം അകത്തേക്ക്. ചന്ദ്രയുടെ ശബ്ദം കേട്ടിട്ടാണ് രേവതി അങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴാണ് രേവതി തൻ്റെ അമ്മയും സഹോദരങ്ങളെയും കാണുന്നത്. അപ്പോൾ രേവതി വേഗം അവർക്ക് അരികിലേക്ക് പോവാണ്. എന്തിനാ നിങ്ങൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ വീട്ടിലേക്ക് വരാം, നിങ്ങൾ ചെല്ല്. അവരെ ഉന്തിത്തള്ളി പറഞ്ഞു വിടാൻ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ വിളിച്ചു വരുത്തിയത് അവരെ. അത് കേട്ടത് രേവതി ഞെട്ടുകയാണ്. എല്ലാവരും അകത്തേക്ക് വാ. അവരെ 4 പേരും അകത്തേക്ക് കയറി വരികയാണ്. ആ സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് വെറും കൈയോടെയാണോ വന്നിരിക്കുന്നത്? എന്നിട്ട് ദേവുവിൻ്റെ കൈ കിടക്കുന്ന പേഴ്സ് വാങ്ങി നോക്കുകയാണ്. അപ്പോൾ അതിൽ ചെറിയ കുറച്ച് പൈസ ഉണ്ടായിട്ടുള്ളൂ. ഇതെന്താ പിച്ചക്കാശോ? ഇവിടെ നിന്ന് എടുത്ത പൈസ എവിടെ? അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മേ വേണ്ട, നിങ്ങൾ ഈ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ തെറ്റാ. ഞാൻ ചെയ്യുന്നതാണോ തെറ്റ്? തെറ്റ് ചെയ്തത് നിന്റെ അനിയനാ. ചന്ദ്ര തിരിച്ചു പറയാണ് എൻ്റെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചു. അവൻ്റെ മുഖം നോക്ക്, കള്ളനാണെന്ന് എഴുതി ഒട്ടിച്ചതുപോലെയുണ്ട്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയാണ് അങ്ങനെയൊന്നും പറയല്ലേ, ഇവൻ കള്ളനല്ല. പിന്നെ ആര്? പോലീസോ? കാശ് മോഷ്ടിച്ച് ഇവനെ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ആ സമയത്ത് ശരത്തും ദേഷ്യത്തോടെ പറയാണ് ആൻറ്റി അനാവശ്യം പറയരുത്, സത്യമായിട്ടും ഞാൻ നിങ്ങളുടെ കാശ് എടുത്തിട്ടില്ല. വീട്ടിൽ വെച്ചിരുന്ന കാശ് നീ വന്നതിന് ശേഷമാണ് കാണാതായത്. ചന്ദ്ര സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതിയും സുതിയൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മറ്റാരും ആ കാശ് എടുത്തിട്ടില്ല. മുമ്പേ നീ ബൈക്ക് മോഷ്ടിച്ചിരുന്നല്ലോ, ഇവിടെയും അത് തന്നെയാ സംഭവിച്ചത്. അപ്പം രേവതി സങ്കടത്തോടെ വിളിക്കുന്നുണ്ട് അമ്മേ. പക്ഷെ ശ്രുതിയും പരിഹാസത്തോടെ ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, ഇതെന്താ എല്ലാവരും കൂടി ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ? അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ കോളേജിൽ പോവാത്തത്? അപ്പൊ ചന്ദ്രയാണ് പറയുന്നത് വരാൻ ഞാൻ പറഞ്ഞതാ ഇവരോട്, മോഷ്ടിച്ച കാശ് തിരിച്ചു വാങ്ങണ്ടേ? അപ്പൊ രേവതി പറയുന്നുണ്ട് അമ്മയെ കാശ് എടുത്തിട്ടില്ല എന്ന് എത്ര തവണ പറഞ്ഞു, എന്നിട്ടും അമ്മയെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി. അപ്പൊ സച്ചി പറയുന്നുണ്ട് അമ്മേ, ഇവർ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ വന്നേ? നല്ല ചുട്ട മറുപടി കൊടുക്കുകയായിരുന്നു വേണ്ടത്. ലക്ഷ്മിയോടാണ് പറയുന്നത്. അപ്പൊ ചന്ദ്ര പറയാണ് നഷ്ടപ്പെട്ടത് എൻ്റെ കാശാ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. അത് അച്ഛൻ്റെ കാശാ. സച്ചി പറയുന്നുണ്ട് അദ്ദേഹം അത് എന്നെ ഏൽപ്പിച്ചതാ. കല്യാണത്തിന് വേണ്ടി വാങ്ങിയ ചില്ലറ കടങ്ങൾ വീട്ടാൻ വേണ്ടി വെച്ചതാ. ഈ മഹാഭാബി വീട്ടിൽ കയറി പട്ടാപ്പകലത് അടിച്ചു മാറ്റിയതാ. ശരത്തിനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. രേവതി അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എടാ, നീ മാത്രമാണോ ഇങ്ങനെ? അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരെല്ലാവരും ഇങ്ങനെ തന്നെയാണോ?
മോഷ്ടിച്ച കാശ് ഇപ്പം എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അത് കേട്ടത് ശരിക്കും ശ്രുതിയാണ് പതറുന്നത്. അപ്പം ശരത്ത് സങ്കടത്തോടെ രവിയോട് പറയുന്നുണ്ട്, അങ്കിൾ ഞാൻ കാശ് എടുത്തിട്ടില്ല. ചേച്ചിയോട് സംസാരിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോയിരുന്നു. ഞാൻ മുറിയിലൊന്നും കയറിയിട്ടില്ല. വേറൊന്നും എനിക്കറിയില്ല. ശരത്ത് കരയുന്നത് കാണുന്ന സമയത്ത് രേവതിക്കും സങ്കടം വരികയാണ്. അവളും കരയുന്നുണ്ട്. പക്ഷേ ചന്ദ്ര അപ്പോഴും പുച്ഛത്തോടെ നിൽക്കുകയാണ്. അതുകൊണ്ട് സച്ചിക്ക് പോലും സങ്കടം വരുന്നുണ്ടായിരുന്നു. സച്ചി പോയി ശരത്തിനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഡാ നീ എന്തിനാ കരയുന്നേ? നീ കാശ് എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ വേറെ ആരെങ്കിലും പറഞ്ഞോ? നീ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ കരയുന്നേ? അപ്പോഴും ശരത്ത് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സച്ചി അവൻ്റെ കണ്ണീര് തുടച്ചിട്ട് പറയുന്നുണ്ട്, ഡാ കരയാതെ. രേവതിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവൻ വന്ന് പോയതിന് ശേഷമാണ് കാശ് കാണാതായതെന്നാണ് പറയുന്നത്. അപ്പം ഇവൻ എടുത്തതാണെന്ന് സംശയിക്കാം. അപ്പം രേവതി ചോദിക്കുകയാണ്, ഇവൻ ഇവിടെ വന്നെന്ന് കരുതി കാശ് ഇവൻ എടുത്തതാണെന്ന് കരുതുന്നുണ്ടോ? വെറുതെ ഓരോന്നും പറയരുത്. അപ്പോൾ ശ്രുതി ദേഷ്യത്തോടെ മുഖം വെട്ടിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്തിനാണ് വെറുതെ ഓരോന്ന് ഇവളോട് പറയുന്നേ? ഇവന് കള്ളത്തരമുണ്ട്. ഒരിക്കൽ ബൈക്ക് മോഷ്ടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറിയവനല്ലേ ഇവൻ? ശരത്തിനെ കാണിച്ചുകൊണ്ട് പറയാണ്. അതുകൊണ്ട് തന്നെയാ ഇവൻ ആ കാശ് എടുത്തതെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്. അപ്പം സച്ചി പറയാണ്, ഒരിക്കൽ മോഷ്ടിച്ചെന്ന് കരുതി അത് ആവർത്തിക്കണമെന്നുണ്ടോ? അന്ന് അവനത് പറ്റിപ്പോയതാ. ഇവൻ്റെ ഒരു കൂട്ടുകാരൻ ഇവനെ കൊണ്ട് അത് ചെയ്യിച്ചതാ. അതിൻ്റെ പേരിൽ ഇവൻ്റെ കുടുംബം എത്രമാത്രം വിഷമം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയോ? അന്ന് ചെയ്തതിൽ അവന് കുറ്റബോധമുണ്ട്. പിന്നീട് അത് ആവർത്തിച്ചിട്ടുമില്ല. ഇപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. കിഴിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് പോടാ, നിനക്ക് ഇവനെ ശരിക്കും മനസ്സിലായിട്ടില്ല, ചന്ദ്ര പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് പരിഹാസം തോന്നുകയാണ്. അപ്പം ദേവുവിനെ കൈ പിടിച്ച് വലിച്ചിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാടി. ചേച്ചിക്ക് പൂ കൊടുക്കാനാണെന്ന് പറഞ്ഞ് ദിവസവും നീ ഇവിടെ വരുന്നുണ്ടല്ലോ. കറക്റ്റായി ഏതെല്ലാം എവിടെയൊക്കെ വെക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നീ ഇവന് പറഞ്ഞു കൊടുത്തു അല്ലേ? അത് കേട്ടത് ലക്ഷ്മി വായിക്ക് കൈവെക്കുകയാണ്. അപ്പം ദേവു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അവൻ എടുത്തതല്ലാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്കെന്താ കേൾക്കുന്നില്ലേ? ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? അപ്പം ചന്ദ്ര തിരിച്ചു പറയാണ്, നീ എന്താടി എന്നെ പേടിപ്പിക്കുകയാണോ? അത്രക്കായോടെ നീ എന്നും പറഞ്ഞ് ദേവുവിനെ തല്ലാൻ കയ്യോങ്ങിയതും രവി തടയാണ്. ചന്ദ്രേ, നീ ഇവരെ കരുതിക്കൂട്ടി അപമാനിക്കുക, നിർത്തിക്കോണം ഇവിടെ. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, കാശ് മോഷ്ടിച്ച് ഇവനെ പൂമാലയിട്ട് ആരതി ഒഴിയണോ ഞാൻ? അപമാനിക്കരുത് പോലും. നിങ്ങൾ കണ്ടെത്തിയ കുടുംബവും മരുമോളും അല്ലേ? അതാ നിങ്ങൾ എപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ആരെന്തു പറഞ്ഞാലും ശരി, കാശ് എടുത്തത് ഇവൻ തന്നെയാ. എനിക്കിപ്പം എൻ്റെ കാശ് കിട്ടണം. അപ്പം രേവതി പറയുന്നുണ്ട്, അമ്മേ നിങ്ങൾ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അവൻ കാശ് എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കണ്ടിരുന്നു അവൻ കാശ് എടുത്തത്? പെട്ടെന്ന് ചന്ദ്രക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ പറയാണ്, ഞാൻ കണ്ടില്ല. പക്ഷേ സ്വന്തം വീട്ടിൽ കാശ് സൂക്ഷിക്കുന്നത് അത് നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാ. റോഡിൽ കൂടെ പോകേണ്ടവർ വീട്ടിൽ കയറി വരുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ശ്രദ്ധിക്കണമായിരുന്നു. തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാ. കാശ് മോഷ്ടിച്ചത് ഇവൻ തന്നെയാ. എനിക്ക് എൻ്റെ കാശ് ഇപ്പം കിട്ടണം. ചന്ദ്ര വീണ്ടും ശരത്തിനെ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊക്കെ ആസ്വദിച്ച് ശ്രുതിയും ശ്രുതിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയാണ്, ഇവൻ നിങ്ങളുടെ വീട്ടിലെ ബൈക്ക് എടുത്തിരുന്നു. അത് തെറ്റ് തന്നെയാ. അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കാനായി ഞാനാ ഇവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. ഇവൻ ക്ഷമ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ചന്ദ്ര പരിഹസിക്കുന്നുണ്ട്, ക്ഷമ ചോദിക്കാൻ വേണ്ടി മാത്രമാണോ അതോ വീട്ടിലുള്ളതൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയാണോ പറഞ്ഞു വിട്ടത്? ഒരു തരത്തിലും ചന്ദ്ര അടങ്ങുന്നില്ല. മക്കളെ ഇങ്ങനെ തന്നെ വളർത്തണം. കൊള്ളാം. അപ്പം സച്ചി പറയുന്നുണ്ട്, ദേ അച്ഛാ, ഇവർ ഓവർ ആവുന്നുണ്ടേ. ഇവൻ കാശ് എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനു ഇവർ അതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കുന്നേ? അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, കാശ് എടുത്തവൻ എടുത്തു എന്ന് പറയോ? ഏതെങ്കിലും കള്ളന്മാർ ആദ്യം തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? അപ്പോൾ രേവതി പറയാണ്, അമ്മേ അവനെ കള്ളൻ എന്ന് വിളിക്കരുത്. അല്ല, ഇവനെ സത്യവാനേന്ന് വിളിക്കാം. എന്താ, മതിയോ? ചന്ദ്ര കളിയാക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്കിള് കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശാ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് കൊടുത്തേക്ക്. അപ്പോൾ എല്ലാവരും സങ്കടത്തോടെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. സച്ചി ശ്രുതിക്ക് നേരെ വന്നിട്ട് പറയാണ്, ദേ വെളുക്കാൻ പൗഡർ തേക്കുന്നവളെ, നീ ഇതിലിടപെടരുതേ. അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച 50 ലക്ഷം രൂപയാ ഇവൻ എടുത്തോണ്ട് പോയത്. ശ്രുതിയെ നോക്കിക്കൊണ്ടാണ് സച്ചി പറയുന്നത്, നീ അവനോട് ആദ്യം അതിവിടെ വെക്കാൻ പറ. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, അതല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം. പിന്നെ എന്താ ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം? എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് സച്ചി അവർക്ക് നേരെ കയ്യോങ്ങാണ്. അപ്പോഴേക്കും രവിയും രേവതിയും ഒക്കെ തടയുന്നുണ്ടായിരുന്നു. അപ്പം ചന്ദ്ര പറയാണ്, ഇവൻ മോഷ്ടിച്ച 1 ലക്ഷം രൂപ ഇപ്പം എനിക്ക് കിട്ടണം. അപ്പോൾ ലക്ഷ്മി വീണ്ടും പറയാണ്, ചന്ദ്ര ഇവൻ കാശ് എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? സുധി, നീ പോലീസിനെ വിളിക്കടാ. ചന്ദ്ര ദേഷ്യത്തോടെ പറയാണ്, ഇവനെ എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ പതറിക്കൊണ്ട് സുധി പറയുന്നുണ്ട്, അതിനെന്തിനാ അമ്മേ പോലീസിനെ വിളിക്കുന്നേ? നമുക്ക് തന്നെ കൈകാര്യം ചെയ്താൽ പോരെ? അപ്പോൾ ചന്ദ്ര പറയാണ്, പോലീസിൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടിയാൽ ഇവൻ സത്യം പറയും, കാശ് താനേ വരും. അത് കേട്ടത് രേവതിയുടെ വീട്ടുകാർക്കൊക്കെ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ സച്ചി പറയാണ്, നീ പോലീസിനെ വിളിക്കടാ. പോലീസ് വരട്ടെ. അപ്പോൾ രേവതി പറയാണ്, സച്ചേട്ടാ എന്താ? സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കുന്നേ? നമ്മുടെ കുടുംബത്തിൽ ആരും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇവനും കാശെടുത്തിട്ടില്ല, പിന്നെ എന്തിനു ഭയക്കണം? പോലീസ് വന്ന് എല്ലാവരും ചോദ്യം ചെയ്യട്ടെ, ആരാ എടുത്തതെന്ന് കണ്ടുപിടിക്കട്ടെ.
അപ്പോൾ സുധി ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടെ അങ്ങോട്ടേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. മിസ്റ്റർ സുധി എന്ന് പറഞ്ഞ് വിളിച്ചതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.